ഞാൻ ഡോക്ടർ അനിൽ SR, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, കൊച്ചിയിൽ നിന്നും. സ്പന്ദൻ പ്രിവൻറ്റീവ് കാർഡിയോ ക്ലിനിക് ചാനലിന് വേണ്ടി ഇന്ന് എൻ്റെ ടോപ്പിക് ജന്മനാ ഉള്ള ഹൃദ്രോഗത്തിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ ആയ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിനെ പറ്റിയാണ്. ഇതിന് ഇംഗ്ലീഷിൽ VSD എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിന് വേണ്ടിയും അറിവ് പകർന്നു തരാൻ വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതൊരു ഇൻഫർമേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോ മാത്രമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്? ജന്മനാ തന്നെ ജനിക്കുന്ന കുട്ടിയുടെ ഹൃദയത്തിൻ്റെ താഴത്തെ അറകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തിയിൽ വരുന്ന ദ്വാരത്തിനെയാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സാധാരണയായി കാണുന്ന ജന്മനാ ഉള്ള കോമണസ്റ്റ് കഞ്ചൽ ഹാർട്ട് ഡിഫക്റ്റ്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ VSD എന്ന് പറയുന്നു. ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഏകദേശം 25% CHDs വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് കൊണ്ടാണ്. കുട്ടികളിൽ VSD മാത്രമായിട്ടോ അതോ മറ്റുള്ള കോമ്പിനേഷനായിട്ടുള്ള ഹാർട്ട് ഡിഫക്ട്സ് ആയിട്ടോ ഇത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് അത് മാത്രമായിട്ട് തന്നെ ജന്മനാ ഉള്ള ഹൃദ്രോഗമായിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വാൽവുകൾക്ക് ബ്ലോക്കോ വാൽവുകൾക്ക് ലീക്കോ അഥവാ രക്തധമനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഒരു കോമ്പിനേഷനായിട്ടും വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് കുട്ടികളിൽ വരാം. ഇന്ന് ഞാൻ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് മാത്രം വരുന്ന ഒരു സിറ്റുവേഷനിലുള്ള കുട്ടികൾ വരുന്ന ബുദ്ധിമുട്ടുകളും അതിനെ ചികിത്സിക്കേണ്ട രീതിയും അതിൻ്റെ പ്രതിവിധികളും ഒക്കെ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നതാണ്. ജനിച്ച കുട്ടിയിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിലും പലപ്പോഴും ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കുട്ടിക്ക് ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം എന്താണ്? നോർമലി നമ്മുടെ ലങ്സിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ്സിലോട്ട് പോകാനുള്ള അതിനൊരു ടെൻഡൻസി, അതിനുള്ള ഒരു ഫ്രീനെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ എടുത്തുനിന്നുള്ള വലത്തോട്ടുള്ള ഷണ്ട് ആദ്യത്തെ 6 ആഴ്ചകളിൽ കുറവാണ്. ലങ്സിലെ ഈ റെസിസ്റ്റൻസ് ഏകദേശം ഒരു 6 ആഴ്ച കഴിയുമ്പോഴാണ് സ്ലോലി കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോളിലുള്ള ഈ ഫ്ലോ 6 ആഴ്ച കഴിയുമ്പോഴേ ഇത് പുറത്തു വരുള്ളൂ. ഈ ഹാർട്ടിൻ്റെ ഹോള് കൊണ്ട് എന്താണ് കുട്ടിക്കുള്ള ബുദ്ധിമുട്ട്? ഈ ഹൃദയത്തിലെ ഭിത്തിയിലെ ദ്വാരം ഉണ്ടായതുകൊണ്ട്, VSD ഉണ്ടായതുകൊണ്ട് ഇടത്ത് വശത്തെ ബ്ലഡ് ഈ ഹോളിലൂടെ റൈറ്റ് വെൻട്രിക്കിൾ വരികയും ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് പമ്പ് ചെയ്ത് ലങ്സിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ലങ്സിലോട്ട് നോർമലായിട്ട് റൈറ്റ് സൈഡിൽ വരുന്ന രക്തത്തിൻ്റെ കൂടെ തന്നെ ഈ ലെഫ്റ്റിലോട്ട് വരുന്ന രക്തം, ലെഫ്റ്റിൽ നിന്ന് വരുന്ന വെൻട്രിക്കിളിൽ വരുന്ന രക്തം കൂടെ ചേർന്നുകൊണ്ടാണ് ലങ്ങിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലങ്സിലോട്ട് കണ്ടമാനം രക്തം പോകും. ഈ കണ്ടമാനം പോകുന്ന രക്തം ശുദ്ധീകരിച്ചതിന് ശേഷം അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ വന്നതിന് ശേഷം അത് പിന്നെയും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ശുദ്ധരക്തം തന്നെ പിന്നെയും ലങ്സിലോട്ട് കിടന്ന് കറങ്ങുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ രക്തം ലെഫ്റ്റ് സൈഡിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഏട്രിയം വലുതാകുകയും ലെഫ്റ്റ് വെൻട്രിക്കിൾ വലുതാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള വളർച്ച ഇതിന് നമ്മൾ ഡയലറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈ ഡയലറ്റേഷൻ സാധാരണ കണ്ടുവരുന്നത് ആദ്യത്തെ 6 ആഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു പ്രോഗ്രസീവ് ഡയലറ്റേഷൻ വരും. ലെഫ്റ്റ് ഏട്രിയം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൊച്ചിന് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിൻ്റെ ഹോള് നേരത്തെ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിലും കുട്ടിക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏകദേശം 2 തൊട്ട് 3 മാസം കഴിയുമ്പോഴാണ് അനുഭവപ്പെടുന്നത്. എന്താണ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് കൊണ്ട് കുട്ടിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ? വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സാധാരണ ഒരു കുട്ടി ഏകദേശം ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിക്കാൻ പറ്റും. ഹൃദ്രോഗമുള്ള കുട്ടികൾ, ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റുള്ള കുട്ടികൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റില്ല. അവർ കുറച്ച് കുടിച്ച് കഴിയുമ്പോൾ അവർ ക്ഷീണിക്കും, അവർക്ക് കിതപ്പ് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാല് ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ അവർ എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. 24 hours അവർക്ക് എപ്പോഴും പാല് വേണം. എന്നാലൊട്ട് അവർക്ക് ആവശ്യത്തിനൊട്ട് കിട്ടുന്നതുമില്ല. ഇങ്ങനെ വരുമ്പോൾ ഇവർ ഭയങ്കര ഇറിറ്റബിളായിരിക്കും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും.
എപ്പോഴും അവർക്ക് വിശപ്പുമുണ്ട്. എന്നാൽ ഒരിക്കലും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്കൊരു ലോങ് സ്ട്രെച്ച് ഉറങ്ങാനും പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ കുട്ടിയും സ്ട്രെസ്ഡാണ്, അമ്മയും സ്ട്രെസ്ഡാണ്. ഇതാണ് സാധാരണയായിട്ട് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റം. ഇത് ഏകദേശം ഒരു 6 ആഴ്ച ആകുമ്പോഴാണ് തുടങ്ങുന്നത്. ഇനിഷ്യലി അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരും. പലപ്പോഴും ഈ ഹിസ്റ്ററി നമ്മൾ അമ്മമാർ ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവർക്കിത് വിവരിക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാതിരിക്കുക. നമുക്കറിയാം, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസം ആകുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് ഇരട്ടിക്കണം. ഏകദേശം ഒരു വയസ്സാകുമ്പോൾ അവരുടെ വെയിറ്റ് ബർത്ത് വെയിറ്റിൽ നിന്ന് 3 ഇരട്ടിയാകണം. ഹൃദയത്തിൽ രോഗമുള്ള കുട്ടികൾ, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് പോലുള്ള രോഗമുള്ള കുട്ടികളിൽ വെയിറ്റ് ഗെയിൻ ആഡിക്വേറ്റ് ആയിരിക്കത്തില്ല. സാധാരണഗതി ഒരു കുട്ടി ഒരു ദിവസം 20-25 ഗ്രാം ആദ്യത്തെ 3 മാസത്തിൽ കൂടണം. ജന്മനാ ഹൃദ്രോഗമുള്ള കുട്ടികളിൽ ഇത് കുറവായിരിക്കും, ഒരു 10-12 ഗ്രാം വരെ ചിലപ്പോൾ കൂടുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ആദ്യത്തെ വർഷത്തെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒരിക്കലും നമുക്ക് രണ്ടാമത്തെ വർഷത്തിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നോർമൽ ഫീഡിങ് ഉണ്ടായിട്ടും വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ്. വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണും. മൂന്നാമത്തെ ഒരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ആണ്. ലങ്സിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലങ്സിലോട്ട് ക്രമാതീതമായി രക്തം പോകുന്നതുകൊണ്ട് ലങ്സ് കൺജസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിട്ടുമാറത്തില്ല. സാധാരണ ഒരു ജലദോഷ പനിയൊക്കെ വരികയാണെങ്കിൽ ഒരു കുട്ടിയിൽ അത് 4-5 ദിവസം കൊണ്ട് മാറുന്നതാണ്. പക്ഷേ ഹൃദയത്തിൽ രോഗമുള്ള കുട്ടികൾ, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉള്ള കുട്ടികളിൽ ഇത് പ്രൊലോങ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടും. ന്യൂമോണിയ പോലത്തെ മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടും. സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് ഒരു 3-5 റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വർഷത്തിലുണ്ടാകാം. 6-ൽ കൂടുതൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒരു വർഷത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിട്ടപ്പെടുത്തേണ്ട ആവശ്യമാണ്. ചിലപ്പോൾ കുട്ടിക്ക് ഈ സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഹൃദയത്തിലെ മർമ്മരങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ കണ്ടുപിടിക്കുകയും പിന്നെ അത് ഒരു വിശദ പരിശോധന പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് എടുത്ത് വിടുമ്പോൾ എക്കോ കാർഡിയോഗ്രാഫി ചെയ്ത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നോർമലായിട്ടിരിക്കുന്ന കുട്ടികൾക്കും വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകാം. അത് ഇൻസിഡൻ്റലായിട്ട് ഡോക്ടർ ഒരു പനിക്കോ ചുമയ്ക്കോ നമ്മളൊരു പീഡിയാട്രിസ്റ്റ് അടുത്ത് പോകുമ്പോൾ അവർ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ഹാർട്ടിലെ മർമ്മർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും VSD ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒന്ന് ഡോക്ടറെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റിനെ അവർ റെഫർ ചെയ്തിട്ട് ചെയ്യുകയും അത് എക്കോ കാർഡിയോഗ്രാഫി ചെയ്ത ശേഷം അത് കണ്ടുപിടിക്കുകയും ഉള്ളൊരു സിറ്റുവേഷനിലും വരാം. ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെയാണ് സാധാരണ ഒരു വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന രോഗം കുട്ടികളിൽ കണ്ടുപിടിക്കപ്പെടാറ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഇത്തരം രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്? സാധാരണ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ECG, ചെസ്റ്റ് എക്സ്റേ ആൻഡ് 2D എക്കോ കാർഡിയോഗ്രാമാണ്. ECGയിൽ നമുക്ക് ഇത്തരം രോഗമുള്ള കുട്ടികളിൽ വോൾട്ടേജിൻ്റെ ചേഞ്ചസ് കാണാം. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെ അറകൾ വലുപ്പത്തിനുള്ള ചേഞ്ചസ് നമുക്ക് ECGയിൽ കാണാം. ചെസ്റ്റ് എക്സ്റേ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വലിപ്പം കൂടുകയും ലങ്സിലോട്ട് രക്തം കൂടുതൽ പോകുന്നതിൻ്റെ ചേഞ്ചസും എക്സ്റേയിൽ നമുക്ക് കാണാവുന്നതാണ്. കൃത്യമായ രോഗനിർണയം നടത്തുന്നത് എക്കോ കാർഡിയോഗ്രാമിലൂടെയാണ്. എക്കോ കാർഡിയോഗ്രാം സാധാരണ ചെയ്യുന്ന ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റാണ്. ഇതിന് സ്പെഷ്യലായിട്ടൊരു കോഴ്സുണ്ട്. അവർക്കാണ് ഇത് വൃത്തിയായിട്ട് നോക്കാനും ഇതിന് കൃത്യമായിട്ട് ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ സിവിയറിറ്റിയും ഡിസൈഡ് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസ് ഉള്ളത്. 2D എക്കോ കാർഡിയോഗ്രാമിൽ നമുക്ക് ഹാർട്ടിൻ്റെ ഹോൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുകയും അതിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റും. അതിൻ്റെ സൈസ് അനുസരിച്ച് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് സൈസ് അനുസരിച്ച് അതിനെ മൈൽഡ്, മോഡറേറ്റ് ആൻഡ് ലാർജ് VSDs എന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലാർജ് VSD ഉള്ള കുട്ടികളെ നേരത്തെ തന്നെ അവർക്ക് ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിന് അപ്രോപ്രിയേറ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് നൽകേണ്ടതാണ്. ചെറിയ സൈസിലുള്ള വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണെങ്കിൽ
അത് സാധാരണഗതി ഒരു സിംറ്റംസ് ഉണ്ടാക്കാറില്ല. കൊച്ചിന് പാൽ കുടിക്കാനുള്ള ബുദ്ധിമുട്ടോ വളർച്ചയ്ക്ക് ഒന്നും തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഇത്തരം സ്മോൾ ഹോളുകളെ ചികിത്സിക്കേണ്ട ആവശ്യവുമില്ല. അവ തന്നെ അടയാനുള്ളൊരു ടെൻഡൻസിയുണ്ട്. ഏകദേശം 80% ഹോളുകളും പ്രായം കൂടുന്തോറും ചെറുതാകാനും തന്നെ അടയാനുമുള്ള ഒരു ടെൻഡൻസിയാണ് സാധാരണ കാണിക്കുന്നത്. ഏകദേശം 80% ഓഫ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്സ് കുട്ടി വളരുമ്പോൾ തന്നെ അടയാനുള്ളൊരു ടെൻഡൻസിയുണ്ട്. അതുകൊണ്ട് തന്നെ ചാടിക്കയറി നമ്മൾ ഈ ഹോളുകളെ അടയ്ക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് ഈ ഹോളുകൾ അടയ്ക്കേണ്ടത്? ഈ ഹോളുകൾ വലുതാണെങ്കിൽ, ലങ്സിലോട്ട് കണ്ടമാനം രക്തം പോവുകയാണ്, ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ലങ്സിലെ പ്രഷർ കൂടുകയാണെങ്കിൽ, വളർച്ചക്കുറവുണ്ടെങ്കിൽ, റിക്കറൻറ്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആണ് ഈ ഹോളുകളെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെയോ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റുകളെ നമ്മൾ അടയ്ക്കുക? 2 തരത്തിലാണ് ഇത് പറ്റുന്നത്. ഒന്ന് സർജറിയിലൂടെ നമുക്ക് എല്ലാ തരത്തിലെയും ലാർജ് ഹോൾസ് നമുക്ക് അടയ്ക്കാൻ പറ്റും. അത് ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. നമ്മൾ ഹൃദയത്തിന് നിർത്തി സർജൻ ഹാർട്ട് തുറന്ന് ദ്വാരത്തെ കണ്ട് ഒരു പാച്ച് വെച്ച് അതിനെ തുന്നി ഫുള്ളായിട്ട് അടച്ചതിന് ശേഷം ലീക്കുകളുണ്ടോ എന്നെല്ലാം തിട്ടപ്പെടുത്തിയതിന് ശേഷം അടച്ച് പമ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഹാർട്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുക. ഇതിനെ നമ്മൾ ഹൃദയത്തിലെ എല്ലാ തരത്തിലെ ഹോളുകളും നമുക്ക് അടയ്ക്കാൻ പറ്റും. അത് വളരെ റിസ്ക് കുറവുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം മോർട്ടാലിറ്റി എന്ന് പറയുന്ന വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്റ്റ് നമ്മൾ സർജറി കൊണ്ട് അടയ്ക്കുകയാണെങ്കിൽ മോർട്ടാലിറ്റി വളരെ വളരെ കുറവാണ്. ലെസ് ദാൻ 1% ആണ്. റീസെൻ്റായിട്ട് നമുക്ക് ഈ ഹോളുകൾ നമുക്ക് സർജറി കൂടാതെയും അടയ്ക്കാൻ പറ്റും. അത് കാത്ത് ലാബിലാണ് ചെയ്യുന്നത്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഹാർട്ടിലെ ഹോളിൽ നമുക്ക് അവിടെ ചെന്ന് ഒരു ഡിവൈസ് ഇട്ട് നമുക്കിതിനെ അടയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ തരം ഹോളുകളെയും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. ഇതിനെ സെലക്ട് ചെയ്ത് വേണം നമുക്കിത് ചെയ്യാൻ. ഇത് കുറച്ചും കൂടെ ഒരു ടെക്നിക്കലി ചലഞ്ചിങ് പ്രൊസീജിയറാണ്. അതിന് സ്പെഷ്യൽ ലൊക്കേഷനുള്ള ഹോളുകൾ മാത്രമേ നമുക്ക് ട്രാൻസ് കത്തീറ്ററിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റൂ. ഒരിക്കലും ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം? ജന്മന ഉള്ള വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്സ് ഒരിക്കൽ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൽ ലീക്കുകളൊന്നുമില്ലെങ്കിൽ ആ കുട്ടികൾ പിന്നെ പെർഫെക്റ്റ്ലി നോർമലാണ്. അവർ ഇനിഷ്യലി നമ്മളൊരു 6 months ഫോളോ അപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇയർലി 1 or 2 years നമ്മൾ ഫോളോ അപ്പിന് ശേഷം അവരെ ടോട്ടലി നമ്മൾ ഫോളോ അപ്പ് ഡിസ്ചാർജ് ചെയ്യും. കാരണം അവർ ടോട്ടലി നോർമലാണ്. അവർ സാധാരണ കുട്ടിയെ പോലെ വളരുകയും സാധാരണ സ്കൂളിൽ പോവുകയും വളർന്നു വന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളും എല്ലാം ഏർപ്പെടാൻ അവർക്ക് പറ്റുന്നതാണ്. ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്സ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ these children become totally normal and they can grow as normal kids.